വിനീതേട്ടാ, ഇനി എന്താ? എനിക്കറിയില്ല ഗംഗ. ഇനി എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോണമെന്നോ. എന്നാ വാ വിനീതേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോ. അമ്മയുടെ അച്ഛമ്മയുടെ ഓരോ സൈഡിലിരുന്ന് നമുക്കും കരയാം. വീട്ടിലേക്ക് പോകാൻ പോലും വഴി കാണുന്നില്ല കാവേരി. ദേ ഒറ്റ ഓട്ടോ പോലും കാണാനില്ല. ദേ വിനീതേട്ടാ, അനവസരത്തിൽ തമാശ പറയല്ലേ. കാണാതെ പോയത് എന്റെ അനിയത്തിയാ. ഞാൻ തമാശ പറഞ്ഞ അല്ല കാവേരി. ഗംഗേച്ചി, നമ്മുടെ അനിയത്തെ കാണാതെ മനസ്സ് നൊന്ത് നിൽക്കുമ്പോ ഗംഗേച്ചിയുടെ വിനീതേട്ടൻ ഊള കോമഡി പറയുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഈ മാനസികാവസ്ഥയില് വിനീതേട്ടന്റെ കൂടെ യമനെ തെരഞ്ഞു കണ്ടുപിടിക്കാന്ന് എനിക്ക് തോന്നില്ല. ഗംഗേച്ചി എന്റെ കൂടെ വരുന്നുണ്ടോ? നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിക്കാം. ഗംഗേച്ചി, വിനീതേട്ടനൊക്കെ ഇപ്പോഴാ ഉണ്ടായത്. അതിനു മുൻപേ യമന ഗംഗേച്ചിയുടെ അനിയത്തിയാ. അതെങ്ങനെ? ഗംഗയെ പ്രസവിച്ച് കിട്ടിയതേ എന്റെ കയ്യിലാ. അത് കഴിഞ്ഞല്ലേ യമന ഉണ്ടായത്. ഗംഗേച്ചി വരുന്നുണ്ടോ? വാ ഗംഗേച്ചി. സർ, ഒരു ലിഫ്റ്റ്. യെസ് ഗംഗേച്ചി, നമുക്ക് അടുത്ത വണ്ടി നോക്കാം. എന്താടി? സോറി ഗംഗ, എന്റെ വണ്ടി ആയതുകൊണ്ട് കാവേരി കയറാൻ മടിക്കുന്നത്. ലിഫ്റ്റ് ഞാൻ തരാം. ഒരു അപരിചിതനായിട്ട് കണ്ടാ മതി. അതെ, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ കയറിക്കോ, സമയം പാഴാക്കണ്ട. വാ. അതെ, യമുനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വിനീത എന്നോട് വിവരം പറഞ്ഞത്. ആ, ക്ഷമിക്കണം, എന്നോട് പിണങ്ങിയാലും അതിന്റെ പേരിൽ വിനീതിനോട് പിണങ്ങല്ലേ. യമുനയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. വിനീതിനെ പോലെ തന്നെയാ യമുന എനിക്കും. ദേ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ യമുനയെ കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും. വിഷമിക്കാതെ കാവേരി, നമുക്ക് യമുനയെ ഉടനെ കണ്ടുപിടിക്കാം. എന്താ അളിയാ, യമുനയെ പറ്റി ഡീറ്റെയിൽ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ. യമുനയുടെ കൂട്ടുകാരികളോട് ആദ്യം അന്വേഷിച്ചത്. ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞു. വിശാലും യമുനയുമായി നേരത്തെ തന്നെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കാലമായി അവർ അകൽച്ചയിലുമായിരുന്നു. ഇന്ന് പക്ഷെ പതിവില്ലാതെ രണ്ടുപേരും പതിവിൽ കവിഞ്ഞ് കാര്യമായി സംസാരിക്കുന്നത് കണ്ടു. അതിനുശേഷം രണ്ടാളെയും കാണാതായത്. കോളേജ് സ്റ്റുഡൻസിനിടയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ യമുനയുടെയും വിശാലിന്റെയും ക്ലാസ്സിലുള്ള 2 സ്റ്റുഡൻസിനൂടെ കാണാതായിട്ടുണ്ടെന്ന് മനസ്സിലായി. ഹർഷനും മിലനും. രണ്ടാളും വിശാലിന്റെ അടുത്ത കൂട്ടുകാരാ. പിന്നെ അവരുടെ വീടുകളിലും ഞാൻ അന്വേഷണം നടത്തി. പക്ഷേ പ്രത്യാശാവഹമായ ഒരു മറുപടിയല്ല എനിക്ക് കിട്ടിയത്. ഹർഷം വിശാലിന്റെ ഒപ്പം പോയിരിക്കുക. എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. രാത്രി വരില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ വിളിച്ചു നോക്കി. മൊബൈൽ സ്വിച്ച് ഓഫാ. ചാർജ് തീർന്നായിരിക്കും. സ്വിച്ച്ഡ് ഓഫാ. മിലൻ ഇടയ്ക്കിടെ വിശാലിനൊപ്പം പോകുന്നതാ. അവര് പിള്ളേരല്ലേ, അവരെന്തേലും ആവശ്യത്തിന് പോയതായിരിക്കും. അടിച്ചു പൊളിക്കട്ടെന്നേ. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ യമുന ഇപ്പോൾ പുഷ്പവാടിയിലില്ല. എടാ, ചുരത്തിന്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പുണ്ട്. വിശാലിന്റെ കാറ് ചുരം ഇറങ്ങി പോകുന്നത് അവരുടെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒരു പെൺകുട്ടിയുണ്ട്.
പക്ഷേ മുഖം അങ്ങോട്ട് വ്യക്തമല്ല. ഈശ്വര, നമ്മുടെ യമന. ഗംഗേച്ചി, കരഞ്ഞൊക്കെ സമയമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് യമനെ കണ്ടുപിടിക്കണം. നിവിൻ വണ്ടി എടുക്ക പോവാം. വടാ. വാ വാ. എനിക്ക് തെറ്റുപറ്റുപോയി അച്ഛാ. ഞാൻ വിശാലിന്റെ കൂടെ വന്നുപോയി അച്ഛാ. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. അവരെന്നെ പൂട്ടിയിട്ടിരിക്കുക അച്ഛാ. എന്നെ വീട്ടിലേക്ക് വിടുന്നില്ല. അച്ഛൻ മുകളിലിരുന്ന് എല്ലാം കാണുന്നില്ല അച്ഛാ. എന്നെ വന്ന് രക്ഷിക്കച്ച. രക്ഷിച്ചോണ്ട് പോ അച്ഛാ. യമുനെ, യമുനെ, എടി നിക്കടേടാ. എണീക്കടി, എഴുന്നേക്കാൻ. എഴുന്നേക്കടി, വാടി. അവളുടെ ഒരു ഓട്ടം. ശാരദേ, ശാരദേ, എടി ശാരദേ. അവള് വിളിച്ചമ്മ. എവള് വിളിച്ചെന്ന്? എന്റെ യമന മോള് എന്നെ വിളിച്ച്. അവളുടെ നിലവിളി ഞാൻ കേട്ടതാ. എടി നീ എന്ത് കേട്ടെന്നാ? യവനെ കാണാൻ ഞാൻ അന്വേഷിച്ചു പോയിട്ടല്ലേ ഉള്ളു ഗംഗയും കാവേരിയൊക്കെ. അവരാരും ഇല്ലാതെ നീ ആരുടെ ശബ്ദം കേട്ടെന്നാ? അവരാരും വന്നില്ല അല്ലേ? എടി ഇല്ലാന്ന്. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടും അമ്മ. കിട്ടൂടി. എനിക്ക് എന്റെ മോള് വേണം. എനിക്ക് എന്റെ മോള് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാനും പോവും. അരവിന്ദന്റെ പോ. സത്യമായിട്ടും ഞാൻ പോകുമ്മ. നീ തല്ലല്ലേ വിശാൽ, തല്ലല്ലേ. ഇനിയും അനുസരണക്കേട് കാട്ടുവോ നീ? ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുവോ നീ? ഇല്ല വിശാൽ. എന്റെ പെണ്ണാ നീ. നിന്റെ ദേഹത്ത് കൈവെക്കലിടി ഞാൻ. കാരണം അതിനുള്ള യോഗ്യത നിനക്കില്ല. നീ എന്താ കരുതിയേ? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് ഭ്രമിച്ചു പോയെന്നോ? ചുമ്മാതാടി. പക്ഷേ വിശാലിന്റെ ഒപ്പം ഒരു രാത്രി കഴിഞ്ഞൂന്ന് പുഷ്പവാടിക്കാരറിയുമ്പോ നിന്റെ മാനം കപ്പൽ കയറൂടി. മാനക്കേട് കാരണം നീയും നിന്റെ തള്ളയും അടക്കം കെട്ടി തൂങ്ങി ചാവും. എന്റെ അച്ഛനെ മാനം കെടുത്താൻ വേണ്ടി അന്ന് തോട്ടത്തിൽ കുത്തിയ കാലെല്ലാം
നിലം തൊടാതെ അന്തരീക്ഷത്തിൽ നിന്ന് ആടുപടി. നീയൊക്കെ തോട്ടത്തിൽ കാലുകുത്തി എൻ്റെ അച്ഛന് നേരെ കുരച്ചപ്പോ അച്ഛൻ ചോദിക്കാതെ തന്നെ ഞാൻ മനസ്സുകൊണ്ട് കൊടുത്തൊരു വാക്കാടി. തൊലഞ്ഞു പോടി. ചെറുപ്പക്കാരാ, നീ വന്നോ? നീക്ക് ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങളെവിടെ പോവാനാ? നീ വാതിലടിച്ചകത്ത് എന്തായിരുന്നു പരിപാടി? അളിയാ, ലവേഴ്സ് ഇതുപോലത്തെ സന്ദർഭത്തിൽ ഒറ്റയ്ക്കാവുമ്പോ എന്തായിരിക്കും ചെയ്യാ? മറ്റേത് അത് തന്നെ. എന്നിട്ട് അകത്തു നിന്ന് നിലവിളിയാണല്ലോടെ കേട്ടത്. ഓരോ പ്രേമത്തിനും ഓരോരോ രീതിയല്ലടാ. ആ ഗംഗയ്ക്ക് വെള്ളം വേണോ? വേണ്ട. കാവേരിക്കോ? എനിക്ക് വേണ്ട. നമ്മൾ ഇനി എന്താ പ്ലാൻ എന്ന് പറ. എടോ, നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കല്ലേ കാവേരി. അന്വേഷണം തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. നമ്മൾ എവിടെ എത്താൻ പോകുന്നത്? കാവേരി, നിവിൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ലേ? എടി, എന്താ ഇങ്ങനെ? ഗംഗച്ചി, നമ്മുടെ എമ്മിനെ കാണാതായിട്ടോ ഒരു രാത്രി കഴിയാറായി. അവൾ എവിടെയാ, എങ്ങനെയാ എന്നൊന്നും അറിയാതെ. അന്വേഷണം ശരിയായ ദിശയിലാണോന്നാ എന്റെ സംശയം. അതെന്താ നീ അങ്ങനെ പറയുന്നേ? യമുനെ കാണാതായ ശേഷം അവളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വിശാലിന്റെ പിന്നാലെ ആണല്ലോ. ഇനി അവള് വിശാലിനൊപ്പം അല്ല പോയിരിക്കുന്നെങ്കിലോ? എന്തടി നീ വിശാലിനെ ന്യായീകരിക്കാണോ? അല്ല ചേച്ചി, ഒരു സാധ്യത പറഞ്ഞതാ. നമ്മൾ ഇരുട്ടിൽ തപ്പുകയാണോന്നൊരു സംശയം. കാവേരി, വിശാലിന്റെ കാറ് ചുരം ഇറങ്ങിയിട്ടുണ്ട്. അവനൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാ. ഇപ്പോഴത്തെ സാഹചര്യത്തില് അത് യമുന അല്ലാതെ പിന്നെ ആരാ? പക്ഷെ നിവിൻ, നമ്മളിതേ മാർത്താണ്ഡത്ത് വന്ന് നിൽക്കുക. മുന്നിലെ വഴി അടഞ്ഞ പോലെ. ഇനി എങ്ങോട്ട് പോകുന്ന ഞാൻ ചോദിക്കുന്നേ? യമുന ഇവിടെ എവിടെ ഉണ്ട് കാവേരി, വിശാലിനൊപ്പം തന്നെ. അതെന്താ നിവിനെ, അതെന്താ അത്ര ഉറപ്പെന്നാ ഞാൻ ചോദിക്കുന്നേ? പുഷ്പവാടിന്ന് ചുരം ഇറങ്ങി വരുന്നവർക്ക് തമിഴ്നാട്ടിലേക്കോ കേരളത്തിലേക്കോ എങ്ങോട്ട് വേണേലും പോയിക്കൂടെ? ഒരു മിനിറ്റ്. വിശക്കുന്നുണ്ടോ ഗംഗ? എനിക്ക് വിശക്കുന്നില്ല. ദൈവക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ നിവിനെ ഇപ്പൊ ഇവള് പിടിച്ചു തിന്നും. ഞാൻ വെറുതെ പറയുന്നല്ല ഗംഗേച്ചി. യമുന എന്തേലും അപകടത്തിലാണെങ്കിൽ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? പോലീസ് വേണ്ട. യമുന കുട്ടിയല്ലേ, ഒരു ചീത്തപ്പേരുണ്ടാക്കി വെക്കണ്ട. അതുകൊണ്ടല്ലേ കാവേരി നമുക്ക് ഈ ഊഹാപോഹങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ഇതല്ലാതെ വേറെ എന്ത് സാധ്യതയാണ് ഇപ്പൊ നമുക്ക് മുന്നിലുള്ളത് അന്വേഷിച്ചു പോകാൻ? എന്റെ സംശയം ശരിയാണ് കാവേരി. വിശാൽ ഇവിടെ തന്നെയുണ്ട്, മാർത്താണ്ഡത്ത്. അവനൊപ്പം യമുനയും. വിശാലിന്റെ ചേച്ചി രാഗിണിയാ ഞാൻ വിളിച്ചത്. ബാംഗ്ലൂർ അവളുടെ അടുത്തേക്ക് പോകുന്ന വിശാൽ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ അവിടെ എത്തിയിട്ടില്ല. അതിനർത്ഥം അവനിവിടെ മാർത്താണ്ഡത്ത് തന്നെ ഉണ്ടെന്നാ. ജയപാലനങ്ങളുടെ ഇവിടെ അടുത്തൊരു ഫാം ഹൗസ് ഉണ്ട്. അവിടുത്തെ സ്ഥിരം സന്ദർശകനാണ് വിശാല്. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും വീക്കെൻഡിൽ ഇവിടെ വരുമായിരുന്നു. ഉറപ്പായിട്ടും അവൻ ഇവിടെ തന്നെ ഉണ്ട് വിനീതേ. അവനുണ്ടെങ്കിൽ ഒപ്പം യമുനയും ഉണ്ട്. നിവിന് സ്ഥലം അറിയോ? മുമ്പൊരിക്കൽ വന്നത് ഓർമ്മയുണ്ട്. വഴിയുടെ ഏകദേശ രൂപം എനിക്കറിയാം. പിന്നല്ലാതെ. ബാക്കി നമുക്കേ
ചോദിച്ചു പോ. ഫാം ഹൗസിൽ വിശാലുണ്ടെങ്കിലേ ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുമ്പോൾ നമുക്ക് തൂക്കിയെടുക്കാം. ഇനി നിന്ന് സമയം കളയണ്ട, പോവാം. വാ. ഇതാണ് ജയപാൽ ഞങ്ങളുടെ ഫാം ഹൗസ്. വിശാൽ ഇവിടെ ഉണ്ടെങ്കിൽ യമനെ ഇവിടെ തന്നെ കാണുന്നല്ലേ പറഞ്ഞത്? യമനെ! കാവേരി, അത് ബുദ്ധിയല്ല. പിന്നെ ഇത്രയും കൈ അകലത്തിലെ യമന ഉള്ളപ്പോ ഇത്രയും സമയം തന്നെ യമനെ കാണാതെ എനിക്ക് ശ്വാസം മുട്ട. ചേച്ചി വാ പോവാം. കാവേരി, ഗംഗ പറഞ്ഞാൽ ശരി. യമുനയെ വെച്ച് അവൻ എന്താ പ്ലാൻ ചെയ്തെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു അപായ സൂചന തോന്നിയാ അവൻ ഇവിടെ നിന്ന് യമുനയെ മാറ്റിയാലോ? ഹർഷനും മിലനും വിശാലിന്റെ ക്ലോസ് ഫ്രണ്ട്സാ ഇവന്മാര്. ഇവന്മാരെ അന്വേഷിച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. വിശാലിനൊപ്പം ഇവന്മാര് പോയി എന്ന് അച്ഛനമ്മമാര് പറഞ്ഞത്. രണ്ടിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതിലൊന്നേ അവർക്ക് ഒരു വേവലാതിയില്ല. പിള്ളേര് പോയി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ എന്നാ സ്റ്റാൻഡ്. അറിഞ്ഞിടത്തോളം വിശാലിന്റെ സർവ്വ തൊട്ടിത്തരത്തിനും കൂട്ടുവെക്കുന്നത് ഇവന്മാരാ. എന്നാ പിന്നെ താമസിക്കണ്ട അളിയാ. പിള്ളേർക്ക് ടച്ചിങ് സെലന്തയിലൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് നമുക്കങ്ങ് തുടങ്ങാം. അനിയ, മുട്ട വേണോ? മുട്ടേ, താറാമുട്ട, കുരുമുളക് പൊടി ഉപ്പും കൂട്ടിയിട്ട് ആരോഗ്യത്തിന് നല്ലതാ. മുട്ടേ, താറാമുട്ട, കുരുമുളക് പൊടി ഉപ്പും കൂട്ടിയിട്ട് ആരോഗ്യത്തിന് നല്ലതാ. ഒച്ച ഉണ്ടാക്കതടാ. സൈലൻസർ എടുത്തേ നിന്റെ വായി തിരികെ തിരിഞ്ഞു കിടക്കാതടാ. അങ്ങനങ്ങ് പോകാൻ പറ്റടാ. നിനക്കുള്ള സദ്യ വിളമ്പിയിട്ടുണ്ട്. വാടാ അങ്ങോട്ട്, നടക്കണോ? എന്താടാ എന്താന്ന്? യമുന എവിടാ? എടാ എവിടെയെന്ന്? എടാ വിടടാ. പിടിവിട്, പിടിവിടാൻ വിടാൻ. യമന എവിടെടാ? യമന എവിടെ പറയാൻ? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. യമന എവിടെയെന്ന്? വിട്, പിടിവിട്. ആവശ്യമില്ലാതെ തന്നെ കൈവച്ചുണ്ടല്ലോ, വിവരം അറിയും. യമന എവിടെടാ? കാവേരി വിട്, നമുക്ക് ചോദിക്കാം. നമുക്ക് ചോദിക്കാന്ന്. നിങ്ങളൊക്കെ കൂടെ എന്ത് തോന്നിവാസി കാട്ടുന്നേ? നാണോ ഇല്ലടാ പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ടുവരാൻ? നീ എന്റെ കുടുംബത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ. ആര് പെണ്ണുങ്ങളെ കടത്തിന്ന? നിങ്ങൾ എന്തായി പറയുന്നേ?
നിനക്കൊന്നും അറിയില്ലല്ലോ. നിന്നോ നീ. അവനോട് ചോദിക്കുക യമുന എവിടെയെന്ന്. കൊറേ നേരമായല്ലോ യമുന യമുന എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. ഏത് യമുന? എന്ത് യമുന? എനിക്കൊന്നും അറിയില്ല. കാവേരി. ഇല്ല ഗംഗേച്ചി, ഇവൻ കള്ളം പറയാ. ഇവൻ തന്നെ നമ്മുടെ യമുനെ കടത്തിക്കൊണ്ട് വന്നത്. ഞാൻ ആരെയും കടത്തിയിട്ടുമില്ല, കൊണ്ടുവന്നിട്ടുമില്ല. പിന്നെ ഇവിടെ പോയടാ യമുന. അത് ശരി, അത് എനിക്കാണോ അറിയാവുന്നേ? കൊണ്ടുപോയവരോട് ചോദിക്കേ അവളെവിടെയാണെന്ന്. ഓവർ സ്മാർട്ട് ആവല്ലേ മോനെ വിശാലേ. ബാംഗ്ലൂരിലെ രാഗിണിക്ക് അടുത്തേക്ക് പോയി നീ എങ്ങനെയാടാ ഇവിടെ മാർത്താണ്ടത്ത് വന്നത്? ഞാനേ ബാംഗ്ലൂർക്ക് തന്നെയാ തിരിച്ചത്. ചുരം ഇറങ്ങിയപ്പോ എനിക്ക് ഉറക്കം വന്നു. മാർത്താണ്ടത്തൊരു വീടുണ്ടല്ലോ, ഉറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു. കമ്പനിക്ക് എന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചു. അളി അത് അത്ര വലിയ തെറ്റാണോ? കാവേരി പഠിച്ച കളനവൻ. നിങ്ങളെ അകത്തേറി നോക്ക്. രാവണപുത്രൻ തട്ടിക്കൊണ്ടുപോയ സഹോദരിയെ രക്ഷിക്കാൻ കാവേരി. തന്നെയൊക്കെ പുഷ്പവാടിയിൽ കിട്ടണോ എനിക്ക്? എന്റെ അച്ഛന്റെ ചെരുപ്പിന്റെ അടി കിടന്ന് ചുരുള് നീയൊക്കെ. നീ എന്തിനാ മോളെ കരയുന്നത്? തെറ്റ് ചെയ്തവര് മറ്റുള്ളവരാ, അവരാ ഇനി കരയേണ്ടത്. കരയിപ്പിക്കേ കാവേരി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, പക്ഷേ ജയപാലൻ ഉപ്പ് തിന്നുന്ന മകന് കറി വിളമ്പും. ജനിപ്പിച്ചതാണെങ്കിലേ ജീവൻ കൊടുക്കാനും എനിക്കറിയാം. നമ്മുടെ മോന്റെ കാര്യം നീ എനിക്ക് വിട്ടേരെ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയതുപോലെ യമുനയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചൊന്നുമല്ലമ്മേ ഞാൻ അവളെ കടത്തിക്കൊണ്ട് പോയത്. ഈ അച്ഛന് വേണ്ടിയമ്മേ ഞാൻ യമുനയെ തട്ടിക്കൊണ്ടു പോയത്. തീപ്പൊരിയല്ല, ഇനി തീയായി പടർന്ന് കാവേരി. പെട്ടിയിൽ അടച്ചു സൂക്ഷിക്കുന്നത് കാവേരിക്ക് വേണ്ടപ്പെട്ട മുതലാണെങ്കിൽ എത്ര വലിയ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയാലും അത് കൊണ്ടുപോയവനെ കൊണ്ട് തന്നെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വഹിപ്പിക്കാനോ അറിയാം.